അഞ്ചുതെങ്ങിലെ ജൂനിയർ മാൻഡ്രേക്ക് തിരിച്ചെത്തി. കോൺഗ്രസ് വാങ്ങിയ ബൊലേറോയെ കെട്ടിവലിച്ച് പഞ്ചായത്ത് മുറ്റത്തെത്തിച്ചു. പഞ്ചായത്തിൽ ഭരണമാറ്റത്തിന് പിന്നാലെ പഴയൊരു VIP കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി അഞ്ചുതെങ്ങ് പഞ്ചായത്തിന് ബാധ്യതയായി മാറിയ ഉദ്യോഗസ്ഥരുടെ പേടി സ്വപ്നമായ മഹീന്ദ്ര ബൊലേറോ ജീപ്പാണ് നീണ്ട ഇടവേളയ്ക്കു ശേഷം ഇന്ന് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ രാജകീയമായ വരവായിരുന്നില്ല, മറിച്ച് കെട്ടിവലിച്ചാണ് ഈ വാഹനത്തെ ഇന്ന് പഞ്ചായത്തിലേക്ക് തിരികെ എത്തിച്ചത് എന്നത് കൗതുക കാഴ്ചയായി മാറി. ഒരു ദശാബ്ദം മുൻപ് കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്താണ് പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്കായി ഈ ബൊലേറോ വാഹനം വാങ്ങുന്നത്. തുടർന്ന് ഭരണം മാറി CPM അധികാരത്തിലെത്തിയതോടെയാണ് വാഹനത്തിന്റെ ശനിദശ തുടങ്ങിയത്. മലയാള സിനിമയിലെ ജൂനിയർ മാൻഡ്രേക്ക് എന്ന കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു പിന്നീട് കാര്യങ്ങൾ. നിരത്തിൽ ഓടുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ വാഹനം വർക്ക്ഷോപ്പുകളിലായിരുന്നുവെന്നാണ് ആക്ഷേപം. എത്ര അറ്റകുറ്റപ്പണി നടത്തിയാലും തകരാറിലാകുക എന്നത് ഈ വാഹനത്തിന്റെ പതിവായി മാറി. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള പണം കൂടാതെ പലപ്പോഴും ഉദ്യോഗസ്ഥർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ഇതിന്റെ കേടുപാടുകൾ തീർത്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ ഈ വാഹനം പഞ്ചായത്ത് പരിസരത്ത് എങ്ങും കാണാനില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ എത്തിയതോടെയാണ് അപ്രത്യക്ഷമായ വാഹനം തിരികെ എത്തിക്കാൻ നടപടിയുണ്ടായത്. എന്നാൽ തിരിച്ചുവരവിലും വാഹനം അതിന്റെ സ്വഭാവം കാണിച്ചു. ഒടുവിൽ ഇന്ന് രാവിലെ നാട്ടുകാർ നോക്കി നിൽക്കെ മറ്റൊരു വാഹനത്തിൽ കെട്ടിവലിച്ചാണ് ഈ ജൂനിയർ മാൻഡ്രേക്കിനെ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ എത്തിച്ചത്. ഭരണസമിതികൾ മാറുമ്പോഴും മാറാതെ നിൽക്കുന്ന ഈ ബാധ്യത ഇനി പഞ്ചായത്ത് ഖജനാവ് എത്ര കണ്ട് ചോർത്തും എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. വിസ്മയ ന്യൂസ്, കടയ്ക്കാവൂർ.